കൊല്ലം ഫ്ലവർ ഷോ ഡിസംബർ 20 മുതൽ ജനുവരി 4 വരെ ആശ്രാമത്ത് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി ആഘോഷ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ കെ പ്രകാശം പിള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിക്കാനായിട്ട് കൊല്ലം റോസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീ എം ആസാദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ചിഞ്ചുറാണി മാഡം, അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ M നൗഷാദ് MLA എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയുക്ത മേയർ AK ഓഫീസിൽ എത്തുമായിരിക്കും. എന്തായാലും എത്തിയവരെല്ലാം കൂടെ കൂടിച്ചേർന്നപ്പോൾ ഒരു മഹനീയമായ ഒരു മുഹൂർത്തം ഇവിടെ അണിച്ചൊരുക്കാൻ കഴിഞ്ഞു. ഈ ഫ്ലവർ ഷോ തുടങ്ങുന്നതിന് വേണ്ടി 2 മാസം മുമ്പാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ഇവിടെ എത്തിച്ചേർന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഞങ്ങളുടെ എല്ലാമായ എന്ത് കാര്യത്തിനും അസത് നീ അറിയുക, നീ ഒന്നും പേടിക്കണ്ട, പിന്നിലോട്ട് നിൽക്കണ്ട, ഇറങ്ങി തിരിക്കണം, പൈസ നോക്കണ്ട, ആളെ നോക്കണ്ട, എന്ത് വേണമെങ്കിലും ചെയ്തോളാം. അദ്ദേഹത്തിൻ്റെ ആ മനസ്സുകൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനൊരു സംരംഭം നടക്കാനുള്ള കാരണം. അതിന് അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CI, അദ്ദേഹത്തിൻ്റെ ടീമുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദിയും കടപ്പാടും റോസ് സൊസൈറ്റിയുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്ററെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളും.
നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുവാൻ എത്തിച്ചേർന്ന നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, മുൻ വർഷങ്ങളിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടേമിൽ ഞാനിവിടെ എത്തിയിരുന്നു. ഒട്ടേറെ ആൾക്കാർ ആ ഫ്ലവർ ഷോ കാണുവാൻ ഓരോ ദിവസം വരികയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഉൾപ്പെടെ വൈകിട്ടുള്ളത് കണ്ടുകൊണ്ടിരിക്കുവാനും ഒരു 10 മണിയാകുമ്പോൾ വേദി ഒഴിയുവാനും തക്ക രീതിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം എത്തുന്നത് നാം കാണും. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ ഫ്ലവർ ഷോ ഇത്തവണ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആൾക്കാരും ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആൾക്കാരും ഒക്കെ അവസാനം ബീച്ചിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകും. കൊല്ലം ബീച്ചിലും ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം നല്ല ജനങ്ങൾ കയറുന്നൊരു സമയമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഫ്ലവർ ഷോ കാണുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഫ്ലവറുകൾ മാത്രമല്ല ഇവിടെ എത്തുന്നത്. ബാംഗ്ലൂരിൽ നിന്നും മറ്റ് സിറ്റികളിൽ നിന്നുമൊക്കെ ഏറ്റവും ആകർഷകപ്രദമായിട്ടുള്ള നമ്മുടെ കണ്ണിനെയൊക്കെ രോമാഞ്ചം അണിയിക്കുമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ തരത്തിൽ ചില പൂക്കൾ കണ്ടു നിന്നാൽ കണ്ണ് നമുക്ക് മാറ്റുവാൻ പറ്റില്ല. ആ നിലയിൽ കാണുവാൻ തക്ക രീതിയിലുള്ള നല്ല ഫ്ലവർ ഷോ ആയിരിക്കും ഇത്തവണ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഈ ക്രിസ്മസ് ഉൾപ്പെടെ വരുമ്പോൾ അവിടെ നമുക്ക് ഈ ഫ്ലവർ ഷോ വിപുലമായ നിലയിൽ നടപ്പിലാക്കിയാൽ അതൊരു വലിയ മാറ്റമാണ് കൊല്ലത്തെ സംബന്ധിച്ച്. ഇന്ന് ഇതിൻ്റെ സംഘാടകർ പറയുന്നത് ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റിൽ അത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഈ ഫ്ലവർ അലങ്കരിച്ച് വയ്ക്കുവാൻ പോവുകയാണ്. അപ്പോൾ ആ തരത്തിലേക്കൊരു വലിയ മാറ്റം നമ്മുടെ കൊല്ലത്തിനുണ്ടാകാൻ പോവുകയാണ്. കൊല്ലത്തിന് അതുമാത്രമല്ല, മറ്റ് പല പരിപാടി, സാധാരണ ഈ സമയത്തൊക്കെ സർക്കസോ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇവിടെ നടക്കുന്നതാണ്. ഒന്നിലധികം പരിപാടികൾ വരുന്നതാണ്. ഇത്തവണ പ്രത്യേകിച്ച് എന്തുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പറ്റുന്നില്ല. ഏതായാലും ഫ്ലവർ ഷോ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മുടെ നാടൻ കലകളും മറ്റ് വ്യത്യസ്ത കലകൾ, കുട്ടികളുടെ പരിപാടികൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രമുഖരായിട്ടുള്ള നമ്മുടെ സുവർണകുമാർ ഉൾപ്പെടെയുള്ള ഇവരൊക്കെ നമ്മുടെ കൊല്ലത്തിൻ്റെ ഏത് പരിപാടി ഉണ്ടെങ്കിലും അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വീട്ടിലൊരു പക്ഷേ അവർക്കൊന്നും ഈ സദ്യ കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. നേരെ അവർ വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ എങ്ങനെയുണ്ട്, എങ്ങനെയൊക്കെ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും, അതൊക്കെ കണ്ട് അറിഞ്ഞു വരുന്നവരാണ് ഇത്തരത്തിലുള്ള പ്രമുഖർ. അവരെല്ലാം ഇതിൻ്റെ ഒരു സംഘാടനത്തിൻ്റെ പിൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇത് വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണ് എന്ന് നമുക്ക് നല്ലതുപോലെ. 2 ആഴ്ച നിലനിൽക്കുന്ന കൊല്ലത്തിൻ്റെ സാംസ്കാരിക ഉത്സവത്തിന് തിരികൊളുത്തുന്ന ഈ വേദിയിൽ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന കൊല്ലത്തിൻ്റെ ജനകീയനായ ജനപ്രിയനായ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഏറ്റവും മികച്ച വ്യക്തിത്വം ശ്രീ പ്രകാശൻ പിള്ള അവർകൾ, നമുക്ക് ഏവർക്കും സ്വാഗതം അരുളിയ ഫ്ലവർ ഷോയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ നമ്മുടെയൊക്കെ പ്രിയ സ്നേഹിതൻ ശ്രീ MM ആസാദ്, പ്രിയപ്പെട്ട സംഘാടക സമിതിയുടെ നമ്മുടെ കൗൺസിലർ ശ്രീ കുരുവിള ജോസഫ്, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കൊല്ലത്തിൻ്റെ പ്രിയങ്കരിയായ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, ശ്രീ അഡ്വക്കേറ്റ് വേണുഗോപാൽ, പ്രിയപ്പെട്ട ശ്രീ പട്ടത്തുവിള സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പട്ടത്തുവിള വിനോദ്, ശ്രീ നേതാജി ബി രാജേന്ദ്രൻ, ശ്രീ ബിനോഷ്, ശ്രീ സുരേഷ്, ശ്രീ ഷിബു റാവുത്തർ, ശ്രീമതി ഷീബ അടക്കം ഇവിടെ ശ്രീ സുവർണകുമാർ അവർകളടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൊല്ലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക ഉത്സവം തന്നെയാണ് ഫ്ലവർ ഷോ. ഇത് നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന ആനന്ദദായകമായ വിവിധ തരം പുഷ്പങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മാത്രമല്ല, എല്ലാ ജനകീയ കലാരൂപങ്ങളും അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഏറെ സാർത്ഥകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ പിന്നിലുള്ള പ്രയത്നത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്.
ഇതിൻ്റെ സംഘാടക സമിതിയുടെ ഓരോരുത്തരും എത്രയോ നാളുകളായി ഇത് വിജയിപ്പിക്കുവാനായി അത്യധ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇതിൻ്റെ പരിപാടികൾ മുഴുവൻ നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ പരിപാടികൾ അവസാനിച്ചത്. നാളെ ഈ വേദിയിൽ ഒരു വലിയ കലാരൂപം നടക്കുന്ന ഒരു മിമിക്രിയാണ്. ഗിന്നസ് വിഷ്ണു സംഘം അവതരിപ്പിക്കുന്ന ഒരു മിമിക്രി 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഹാസ്യമേള നടക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ വൈകുന്നേരം ഈ കസേരകൾ ഇതിൻ്റെ 10 ഇരട്ടിയായിട്ട് ഫില്ല് ചെയ്യാൻ നമുക്ക് കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.